ഇപ്പോൾ ഈ കോളേജ് സ്റ്റുഡൻസിന് എക്സാമൊക്കെ നടക്കുന്ന സമയമാണ്, സെമസ്റ്റർ എക്സാംസ് ഒക്കെ നടക്കുന്ന സമയമാണ്. ഇപ്പോൾ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് പറയുക, ഇത്രയും കാലം, അതായത് കോളേജിൽ നിന്നല്ല, ഇപ്പോൾ ഈവൻ സ്കൂൾ സ്റ്റുഡൻസൊക്കെയും അങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് ആ ഒരു കോളേജ് ലൈഫൊക്കെ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്തിട്ട് പോകും. എക്സാമിൻ്റെ സമയമാകുമ്പോൾ ഈവൻ ആ ഒരു സ്റ്റഡി ലീവിൻ്റെ സമയത്തായിരിക്കും നമ്മൾ ഈ സിലബസിലേക്കൊന്ന് നോക്കുന്നതല്ലേ. അപ്പോൾ ഈ സിലബസ് മൊത്തം കണ്ടു കഴിയുമ്പോഴത്തേക്കും ഒരു ഭയങ്കര ഒരു ഓവർവെൽംഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലായിരിക്കും നിങ്ങളിരിക്കുക. അതായത് ഇനി എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എന്ത് പഠിക്കണം, അത് പഠിക്കുമ്പോൾ ഇത് പഠിക്കണം തോന്നും. ഇങ്ങനെ എല്ലാം കൂടെ ഒരു എന്താ പറയുക, ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ഓവർവെൽം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം മാനേജ് ചെയ്യേണ്ടി വരുമ്പോൾ ഇത് നോർമലാണ്. നമ്മളുടെ എനർജി മുഴുവൻ ഡ്രെയിൻ ഔട്ടായിട്ട് പോവും, നമുക്ക് ഫോക്കസ് ഉണ്ടാവില്ല, നമുക്ക് ആകെ ഭ്രാന്ത് പിടിക്കല്ല. ഇതെല്ലാം കൂടെ കണ്ടു കഴിയുമ്പോൾ തന്നെ എല്ലാം കൂടെ അയ്യോ ഇത് പഠിച്ച് തുടങ്ങുമ്പോഴത്തേക്കും അയ്യോ അത് പഠിക്കണമല്ലോ, അത് പഠിച്ച് ഇച്ചിരി ആകുമ്പോഴത്തേക്കും അടുത്തത് പഠിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് തലയിൽ കയറില്ല നമുക്ക്. അപ്പം നമുക്ക് പിന്നെ ഇത് റിലാക്സേഷൻ വേണ്ടി കുറച്ച് നേരം ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. കുറേ നേരം സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത്രയും സമയം പോകും. പിന്നെ വീണ്ടും അല്ലേ, ഇങ്ങനത്തെ ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥ നമ്മൾ പല സിറ്റുവേഷനിലും ഫേസ് ചെയ്യും. അപ്പോൾ എന്താണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്? അറ്റ്ലീസ്റ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. സിലബസ് എത്രയോ ഉണ്ടായിക്കോട്ടെ, നിങ്ങളെല്ലാ സിലബസും കൂടെ ഒരുമിച്ച് നിങ്ങളുടെ തലയിലേക്ക് ഒരുമിച്ച് ഇൻജക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് എന്നുള്ള ഓവർ തിങ്കിങ് കൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല. ഇത് പഠിച്ചപ്പോൾ അത് പഠിച്ചില്ലല്ലോ, മറ്റത് പഠിക്കണമല്ലോ, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ടോപ്പിക്കിൽ ഫോക്കസ് ചെയ്യുക, ആ ഒരു ടോപ്പിക്ക് മാത്രം പഠിക്കുക, അത് ഫിനിഷ് ചെയ്യുക, അടുത്തതിലേക്ക് പോവാം. നമ്മളെല്ലാം ഹ്യൂമൻ ബീയിങ്സാണ്, നമ്മളാരും മെഷീൻസ് അല്ല. നമുക്ക് എല്ലാ ടാസ്കും കൂടെ കമ്പ്യൂട്ടർ ചെയ്യുന്ന പോലെ അതേ വേഗത്തിൽ അതേപോലെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ ഇന്ന് എന്ത് ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റിയോ, ഏതെങ്കിലും ഒരു ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റിയോ, അങ്ങനെ പറ്റിയെങ്കിൽ നിങ്ങൾ സക്സസ്ഫുള്ളാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു വീക്കിലേക്കുള്ള ഓരോ ദിവസത്തേക്കും എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുക. ഇത്ര ദിവസത്തിൽ ഇത്ര. ഇപ്പോൾ ചിലപ്പോൾ നമുക്കെല്ലാം പഠിച്ചിട്ട് എക്സാം എഴുതാൻ പറ്റണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ 80-20 റൂൾ അപ്ലൈ ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ മറിച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം അറിയാം ഏതാണ് നമ്മളുടെ 80% തരുന്ന ആ 20% സബ്ജക്റ്റിൻ്റെ കോർ ഏരിയ എന്നുള്ളത്. അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് ആ ഒരു കോർ ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതിനെ ഒന്ന് പ്ലാൻ ചെയ്യുക. ഈ വീക്കിൽ ഈ ഏരിയയിൽ ഇത്ര എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാൻ പറ്റുക എന്നുള്ളത് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് അത്യാവശ്യം കവർ ചെയ്ത് പോകാൻ പറ്റുവാണെങ്കിൽ ബാക്കി കിട്ടുന്ന സമയം നിങ്ങൾക്ക് കൂടുതൽ ടോപ്പിക്സ് ആഡ് ചെയ്ത് പഠിക്കാം. പക്ഷേ എല്ലാം കൂടെ പഠിക്കാൻ നോക്കി നിങ്ങൾ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലേക്ക് എത്തുന്നതിനേക്കാളും വളരെ എളുപ്പം, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, നിങ്ങളിങ്ങനെ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി ഭയങ്കരമായിട്ട് ഓവർവെൽം ചെയ്യാതെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സക്സസ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യുക. ഇനി എല്ലാം അപ് ടു ഡേറ്റ് ആയി വളരെ കൃത്യമായിട്ട് പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ ലേസി ആയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാം കൂടെ വാരി വലിച്ചിടാതെ ഒന്ന് ഉള്ളത് എങ്ങനെ ക്ലീനാക്കി സ്പ്ലിറ്റ് ചെയ്ത് നമ്മുടെ ബ്രെയിനിനെ ഒരുപാട് വലയ്ക്കാതെ, ബ്രെയിനിനും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒന്ന് സ്വസ്ഥത കൊടുത്ത് എങ്ങനെ നമുക്ക് ഇതൊന്ന് മാനേജ് ചെയ്യാമെന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.